നെടുമ്പിള്ളി തരണനെല്ലൂർ മനക്കാർ ജന്മി പരമ്പരകളായിരുന്നു. തിരുവിതാംകൂറിൽ മാത്രം അവിടുത്തെ 36 താലൂക്കുകളിലും ധാരാളം ഭൂസ്വത്തുക്കൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുട, തൃശൂർ തുടങ്ങി കേരളത്തിലെ അനവധി പ്രദേശങ്ങളിലും ഇവർക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. 4.5 ഏക്കറോളം വരുന്ന പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിലാണ് നെടുമ്പിള്ളി തരണനെല്ലൂർ മന നാലുകെട്ട് സ്ഥിതി ചെയ്യുന്നത്. നാലുകെട്ടിനോട് ചേർന്ന് ഒരു പത്തായപ്പുരയും കാണാം. പണ്ട് ഈ 4.5 ഏക്കർ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ബംഗ്ലാവ്, കച്ചേരി, ഓഫീസ്, തൊഴുത്ത്, ഊട്ടുപുര, പത്തായപ്പുരകൾ, പടിപ്പുര തുടങ്ങി അനവധി വാസ്തുസമുച്ചയങ്ങൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. അതായത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന വാസ്തുസമുച്ചയം തന്നെയായിരുന്നു രാജാവ് ഇവിടെ നിർമ്മിച്ചു നൽകിയത് എന്ന് അർത്ഥം. ഏകദേശം 200-നടുത്ത് പഴക്കം കാണും ഈ നാലുകെട്ടിന്. ആദ്യകാലത്ത് മന 12 കെട്ടായിരുന്നു. 2.25 ഏക്കറിലായിരുന്നു 12 കെട്ട് നിലനിന്നിരുന്നത്. അക്കാലത്ത് മുറ്റം അടിക്കാൻ തന്നെ 16 കുടുംബങ്ങൾക്കായിരുന്നുവത്രേ അവകാശം. ആലോചിച്ചു നോക്കൂ അന്നത്തെ മനയുടെ വലിപ്പം. മുകളിലേക്ക് ഉയർത്തി കെട്ടാത്ത രീതിയിലുള്ള നാലുകെട്ടാണിത്. മനോഹരമായ ദീപസ്തംഭമാണ് മനക്കലേക്ക് ചെല്ലുന്ന നമ്മൾ ആദ്യം കാണുക. ശ്രീകൃഷ്ണ ഭഗവാനെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന മംഗളപലകയുള്ള പ്രധാനവാതിൽ കടന്ന് ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ കാണുന്നത് വാസ്തുവിദ്യയുടെ അദ്ഭുതലോകമാണ്. ഭംഗിയുള്ള അഴികൾ ഉള്ള പൂമുഖവും അതിന്റെ തട്ടിലുള്ള കൊത്തുപണികളും കാണേണ്ട കാഴ്ച തന്നെയാണ്. 0.172 താമരകളെയും ബ്രഹ്മാവിനെയും തപസ്സിരിക്കുന്ന അർജുനനെയും അഷ്ടദിക് പാലകന്മാരെയും ഗണപതിയെയും നമുക്ക് തട്ടിലെ കൊത്തുപണികളിൽ കാണാം. ഉള്ളിലേക്ക് കയറിയതും വാതിലിന്റെ മുകളിൽ മംഗള പലകയിൽ കൊത്തിവച്ചിരിക്കുന്ന പള്ളി കൊള്ളുന്ന ശ്രീ പത്മനാഭ സ്വാമിയെയും കാണാം നമുക്ക്. 5 മുറികളും തളങ്ങളും തെക്കിനി തറയും വലിയ നടുമുറ്റവും അടുക്കളയും ഉൾപ്പെടുന്നതാണീ നാലുകെട്ട്.